ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് കടലപ്രഥമൻ അല്ലെങ്കിൽ കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കാം. അപ്പോൾ ഈ പ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് എന്ന് വെച്ചാൽ ചനാദാലാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ചനാദാൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് 1.5 കപ്പ് കടലപ്പരിപ്പ് ഞാനൊരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഈ കടലപ്പരിപ്പ് നമുക്ക് കുതിർക്കാതെയും വേവിക്കാം. കുതിർക്കാതെ വേവിച്ചാൽ കുറച്ചും കൂടി സമയമെടുക്കും. ഒരു 2-3 മണിക്കൂർ ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഒരു കുക്കറിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഈ പരിപ്പ് നമുക്ക് കുറച്ച് നേരം ഈ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റാം. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി കിട്ടും. ആ വെള്ളമൊക്കെ പോയിട്ട് ഒന്ന് ഡ്രൈ ആവണം. അതുപോലെ ആ പരിപ്പ് ചെറുതായിട്ട് മൂത്ത് നല്ലൊരു മണം വരും. അതുവരെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ വഴറ്റാം. ഓക്കെ, ഇപ്പോൾ പരിപ്പ് ചെറുതായിട്ട് മൂത്ത ഒരു മണം വരുന്നുണ്ട്. അത് നല്ല ഡ്രൈ ആയി, ഈർപ്പമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് കുതിർത്തെടുത്ത പരിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം മതി. ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കുതിർക്കാത്ത പരിപ്പാണെങ്കിൽ കൂടുതൽ വെള്ളം വേണ്ടി വരും, കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ടിയും വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആ പരിപ്പിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ, അതായത് തീ കൂട്ടിയിട്ട് 3 വിസിൽ വേവിച്ചാൽ മതി. അത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിടുക. പ്രഷർ ഫുള്ള് പോയതിന് ശേഷം തുറക്കാം. അത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു പാനിൽ ഒരു 10 ഏലക്ക ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം, നമ്മൾ തോരനൊക്കെ ചേർക്കുന്ന ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ജീരകവും ഏലക്കയും ഒന്ന് മൂത്ത് വന്നു. ഇനി ഒരു മിക്സി ജാറിലോട്ടിടാം. ഇതിനകത്തോട്ട് ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ജീരകവും ഏലക്കയും കൂടി പൊടിച്ച് വെച്ചു. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കരയും കൂടി ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 400 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. 400 ഗ്രാം ചേർക്കുമ്പം ഒത്തിരി മധുരം കാണത്തില്ല. അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ 1/2 കിലോ ശർക്കര വരെ ഇതിന് ചേർക്കാം. ഇതിനകത്തോട്ട് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇത് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കുക്കർ തുറക്കുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണേ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഫുൾ ഉടയ്ക്കേണ്ട, അതായത് നല്ല പേസ്റ്റ് പോലെ ആവണ്ട. കുറച്ച് പരിപ്പൊക്കെ നമുക്ക് കടിക്കാനായിട്ട്, പായസം കഴിക്കുന്ന സമയത്ത് കടിക്കാനായിട്ട് കിട്ടണം. ബാക്കി കുറച്ചങ്ങ് ഉടച്ചു കൊടുക്കുക. ഇത് ഉടച്ചാൽ മാത്രമേ പായസം കുറുകി വരത്തുള്ളൂ. അപ്പോൾ പരിപ്പ് ഞാൻ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉടച്ചെടുത്തു, ബാക്കി അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു വലിയ പാനിലോട്ട്, നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാനിലോട്ട് ഈ ഉടച്ചു വെച്ച് പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി അരിച്ച് ഒഴിക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുറുക്കി എടുക്കണം. ഈ ശർക്കര ഫുള്ള് വറ്റി ഈ കടലപ്പരിപ്പിലോട്ട് നല്ലോണം പിടിക്കണം. ഇത് ശർക്കര ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വറ്റണം. അതുവരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. എപ്പോഴും ഇളക്കണമെന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് വറ്റി വരട്ടെ. അപ്പോൾ ശർക്കര നോക്കൂ, ഏകദേശം 1/4 ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. ആ കടലപ്പരിപ്പിലോട്ട് നല്ലോണം ആ ശർക്കര പിടിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് വരട്ടി എടുക്കാം. നെയ്യ് ചേർത്ത് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കണം 5 മിനിറ്റും കൂടി. ഈ സമയത്ത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ഇതിപ്പോൾ നല്ലതായിട്ട് കുറുകി. ഇനി അടിയിൽ പിടിക്കും നമ്മൾ ഇളക്കിയില്ലെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ശർക്കരയും കടലപ്പരിപ്പും നെയ്യും കൂടി ചേർത്ത് നല്ലോണം ഇതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആവണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 4 കപ്പ് 2/2 പാൽ, അതായത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. പാല് ചേർത്ത് കഴിയുമ്പോൾ ഇത് നല്ല ലൂസായിട്ട് തോന്നും, അത് കുഴപ്പമില്ല. ഈ പാലും നമ്മൾ ഏകദേശം 1/4 ഭാഗത്തോളം വറ്റിച്ച് എടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ സമയത്തും അങ്ങനെ
തുടർച്ചയായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണമെന്നില്ല. ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് നല്ലതായിട്ടൊന്ന് കുറുകിയതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് ഇളക്കിയാൽ മതി. പിന്നെ ഈ ഓണത്തിനൊക്കെ നമ്മൾ പായസം ഉണ്ടാക്കുമ്പം ശർക്കരപ്പാനിയൊക്കെ തലേദിവസം തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം. അതുപോലെ തേങ്ങ ചിരകി വെക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം സദ്യയുടെ സമയത്ത് നമുക്ക് പായസം ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതെ, രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് കുറുകാനുണ്ട് കേട്ടോ, കുറച്ചും കൂടി കുറുകാനുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ച ജീരകവും ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഫുള്ള് ചേർക്കണമെന്നില്ല, ഒരു 2-3 ടീസ്പൂണൊക്കെ ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് കൂടണ്ട, 1/4 ടീസ്പൂൺ മാത്രം മതി. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കൂടി സമയം, ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് കുറുക്കി എടുക്കാം. കുറച്ചും കൂടി ഇതൊന്ന് വറ്റി വരണം. ഈ സമയത്ത് ചേർക്കുമ്പം ആ ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് പായസത്തിലോട്ട് വരും. അപ്പോൾ രണ്ടാം പാൽ ചേർത്ത് പായസം ആവശ്യത്തിന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിനി ഒന്നാം പാൽ, അതായത് കുറുകിയ തേങ്ങാപ്പാലും കൂടി ചേർക്കാനുണ്ട്. പക്ഷെ കടലപ്പരിപ്പ് പായസം ഇരിക്കും തോറും നന്നായിട്ട് കുറുകുന്ന ഒരു സാധനമാണ് കേട്ടോ. ഈ ചൂടങ്ങ് മാറിക്കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് കുറുകും. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് കുറുക്കി വെക്കണ്ട. കാരണം പിന്നെ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ പിന്നെയും ചിലപ്പോൾ തേങ്ങാപ്പാലോ പശുമ്പാലോ ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിനകത്ത് നമുക്ക് 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അതിൻ്റെ നല്ലതായിട്ടൊന്ന് ആ പാല് നന്നായിട്ടൊന്ന് ചൂടാവണം, അത്രേ ഉള്ളൂ. അപ്പോൾ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് അതൊന്ന് ചൂടായിട്ടുണ്ട്, ഇത്രയും മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കുറച്ചൊന്ന് ലൂസായിട്ട് തോന്നും. പക്ഷെ ഒരു 15-20 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി വരും. അപ്പോൾ ഇനി കുറച്ച് കശുവണ്ടിയും മുന്തിരിങ്ങയും നമുക്കൊന്ന് നെയ്യിൽ വറുത്തിട്ടൊന്ന് ചേർക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ഇത് നമുക്ക് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് ഇളക്കുന്നില്ല, ഞാൻ പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ പായസം ഞാൻ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്, കറക്റ്റ് പാകമാണ്. കണ്ടില്ലേ? നിങ്ങൾക്ക് ഇതിലും കുറുകിയിട്ടാണ് പായസം വേണ്ടെങ്കിൽ രണ്ടാം പാൽ ചേർത്തിട്ട് കുറച്ചും കൂടി സമയം ഒന്ന് വറ്റിച്ച് കുറച്ചും കൂടി ഒന്ന് കുറുക്കി എടുത്താൽ മതി. അതിനുശേഷം ഒന്നാം പാൽ ചേർക്കുമ്പം റെഡിയായി കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.